ഏയ് എന്നെ പരിചയമുണ്ടോ? ഇല്ല. നല്ല ധൈര്യമാണല്ലേ? അതെ. ആ ധൈര്യം കൂടുന്നവരൊക്കെയാ ഓരോ കുഴപ്പങ്ങൾ കാണിക്കുന്നത്. ഇത് പറയാനാണോ വന്നത്? അത് പോട്ടെ, നിങ്ങളാരാ? പറയാം, വേറെ ചിലതും പറയാനുണ്ട്. എനിക്ക് വളച്ചു കെട്ടില്ലാതെ സംസാരിക്കുന്നതാണ് ഇഷ്ടം. ഇതുവരെ എത്ര പേരെ കൊന്നിട്ടുണ്ട്? കൊന്നു? ഞാനോ? നിങ്ങളാരാ? എന്തിനാ എന്നോട് ഇതൊക്കെ ചോദിക്കുന്നത്? ചോദിക്കാൻ അധികാരമുള്ള ആളാണെന്ന് തന്നെ വിചാരിക്കും. നിങ്ങളാരാ? പോലീസോ? അതുക്കും മേലെ. എന്നുവെച്ചാ? ക്രൈം ബ്രാഞ്ച് SP. സാറേ, സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. മോനെ ശരത്തേ, ഞാൻ പോലീസാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നീ ഞെട്ടി ഒരു ഞെട്ടലുണ്ടല്ലോ. അത് മാത്രം മതി നിന്നെ സംശയിക്കാൻ. ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയോ? ദേവികയെ കൊണ്ട് ഒരു 164 സ്റ്റേറ്റ്മെന്റ് കൊടുപ്പിക്കാൻ പോവാ. നിനക്കറിയാമോ ഈ 164 സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന്? അറിയാം സാറേ. അത് കൊടുത്തു കഴിഞ്ഞാൽ ദേവിക വിചാരിച്ചാൽ പോലും അതിൽ നിന്ന് മാറാൻ പറ്റില്ല. അവളുടെ കയ്യില് നിനക്കെതിരെയുള്ള തെളിവുകളുണ്ട്. നീ പെടും. സാറേ, സാറിനോട് എനിക്ക് നല്ല ബഹുമാനമുണ്ട്. പക്ഷേ ഇപ്പൊ പറഞ്ഞില്ലേ, അതിനോട് യോജിക്കാൻ എനിക്ക് പറ്റില്ല സാറേ. അവരെ തെളിവുകളുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല? അതിനർത്ഥം തെളിവുകളില്ലെന്നല്ലേ സാറേ? നിന്നെ ഞാൻ പൊക്കും, അതിൽ ഒരു സംശയവും വേണ്ട. പോലീസ് പൊക്കിയതുപോലെയൊന്നും ആയിരിക്കില്ല ഇത്. നിന്നെ അണിയിക്കാൻ പാകത്തില് ഞാനൊരു വിലങ്ങ് പണിയുന്നുണ്ട്. അതിട്ട് ഞാൻ നിന്നെ കൊണ്ടുപോകും. സാറൊന്ന് ശ്രമിച്ചു നോക്കൂ. രക്ഷപ്പെടാനേ ഞാനും ശ്രമിക്കാം. സാറേ, കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബമായിട്ടൊക്കെ ജീവിക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം. ആ ദേവിക ഒറ്റ ഒരുത്തിയാ അതിന് സമ്മതിക്കാത്തത്. ഓടി ഓടി ഞാൻ മടുത്തു. ഇതുവരെ ഞാൻ തിരിച്ചടിച്ചിട്ടില്ല. ഇനി അതും ചെയ്യും. നീ എന്ത് ചെയ്യുന്ന? കൊല്ലോ? സാറേ, ശരത്തിന് ശരത്തിൻ്റെതായിട്ടുള്ള ചില രീതികളുണ്ട്. പാവാ സാറ് ഞാൻ. ആളെ മുട്ടിയാലേ കടിക്കൂ. ആളെ മുട്ടിയാൽ ആരായാലും കടിച്ചു പോവില്ല സാറേ. എന്നാ പിന്നെ നീ ഒന്ന് കടിച്ചു നോക്കടാ. നിന്റെ വിഷപ്പല്ലില്ലേ, ഇത് ഞാൻ പിഴുതു കളയും. കേട്ടോ? സാറേ, പരിചയപ്പെട്ടതിൽ സന്തോഷം. 164 സ്റ്റേറ്റ്മെന്റ് അത് ഞാൻ മനസ്സിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. സാറിന്റെ ഡ്യൂട്ടി നന്നായി ചെയ്യാൻ പറ്റട്ടെ. ഞാന് എന്റെ ഡ്യൂട്ടിയും ചെയ്യാം. പെടുത്താനും പെടാതിരിക്കാനും ഞാൻ ശ്രമിച്ചോളാം. മുന്നറിയിപ്പ് തന്നതിന് നന്ദി. സൂക്ഷിച്ചോളാം സാറേ. സാറേ, കീ. സൂക്ഷിക്കണം.
അവൻ എന്തിനോ തയ്യാറെടുക്കുന്നുണ്ട്. ശരിക്കും നീ 164 സ്റ്റേറ്റ്മെന്റ് കൊടുപ്പിക്കാൻ പോവാണോ? ഇല്ല, അങ്ങനെ പറയുമ്പോൾ അവൻ പേടിക്കുന്നു. ഉള്ളിലുള്ളത് മുഴുവൻ പുറത്തു വരുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. എവിടെ, അവന് നല്ല ധൈര്യമുണ്ട്. കോൾഡ് ബ്ലഡഡ് ക്രിമിനൽ, അതാണവൻ. അതെനിക്കറിയാവുന്നതല്ലേ. ആ, അത് പോട്ടെ. ഇനി എന്താ നിന്റെ പരിപാടി? ഈ കേസിൽ നീ ഉണ്ടാവോ അതോ തിരിച്ചു പോവോ? തിരിച്ചു പോകും. ഇവിടെ ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരായിരിക്കും കേസ് അന്വേഷിക്കുന്നത്. ഞാനൊന്ന് ഇറങ്ങി നോക്കിയതല്ലേ, പക്ഷെ നടന്നില്ല. ഒരു ഗുണവും ഉണ്ടായില്ല. അപ്പൊ സാറ് വന്നതും ഞങ്ങളോട് ഇതുപോലെ സംസാരിച്ചതും മറക്കണം അല്ലേ സർ? അതാ നല്ലത്. എൻ്റെതൊരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിരുന്നു. ആർക്കു വേണ്ടി ഇറങ്ങിയത്? ദേ, ഇവന് വേണ്ടി. അത് കഴിഞ്ഞു. ഇനി ചുമതലപ്പെട്ടവര് ഈ കേസ് അന്വേഷിക്കും. പിന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എൻ്റെ സേവനം ആവശ്യമായിട്ട് വന്ന തീർച്ചയായിട്ടും ആ സമയത്ത് ഞാൻ വരും. ആ, എന്തായാലും എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തല്ലോ, അത് മതി. സിദ്ധുവിന് ഇങ്ങനെ ഒരു ഫ്രണ്ടുള്ള കാര്യം എന്നോട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. ബന്ധങ്ങൾ മിസ്യൂസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറില്ലെന്ന് അറിഞ്ഞൂടെ? ആദർശം. പണ്ടേ ഇവനിങ്ങനെയാ. എത്തിക്സ് ഉള്ള വക്കീല. മുറുകെ പിടിച്ചോ, വിടണ്ട. ആ, പിന്നെ ഞാൻ പല ക്രിമിനൽസിനെയും കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തന ഈ ശരത്ത്. അടുത്ത നിമിഷം അവൻ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. ശ്രദ്ധിക്കാം സർ. എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാൻ പഠിക്കണ്ട. നമ്പർ സിദ്ധുവിന് അറിയാം. ശരി സർ. അപ്പോൾ കാണാൻ പറ്റിയതിലും പരിചയപ്പെടാൻ പറ്റിയതിലും സന്തോഷം. ഓക്കെടാ, കാണാം. ആ, പിന്നെ കല്യാണത്തിന് ഞാൻ വരും. വിളിച്ചാലും ഇല്ലെങ്കിലും. ശരി, കാണാം. അപ്പൊ സൂക്ഷിക്കണല്ലോ സിദ്ധു. അതെപ്പോഴും വേണം. പക്ഷേ അവനെന്തെങ്കിലും കടന്നു ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തെങ്കിലും സാഹസം കാണിച്ചാൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില വലുതായിരിക്കും അവനറിയാം. അതുകൊണ്ട് അവൻ മണ്ടത്തിലൊന്നും കാണിക്കില്ല. ആ, ദേവിക വാ.